പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാം. എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഇന്നൊരു അതിഥിയാണ്. തൊഴിലവകാശ ലംഘനം ചെയ്ത് കഴിഞ്ഞാൽ പ്രതികരിക്കും. അത് ഏത് വൃത്തികെട്ട ഗസ്റ്റ് വന്നിട്ടും കാര്യമില്ല. കണ്ണാൻ തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, അല്ലേ? എല്ലാവരും അവിടെ പോയി നിൽക്കൂ. സ്നേഹത്തിന്റെ ശക്തി ഭയങ്കരമാണ്. അനീഷ്, ഒരു പ്രാവശ്യം കൂടെ പറയാം. ഇവിടെ ഏറ്റവും എടുത്തു പറയേണ്ടത് ഷാനവാസിൻ്റെ കൂടെ എന്തിനും എപ്പോഴും കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അനീഷ്. അനീഷിനെ എടുത്തു പറയാതിരിക്കാൻ ഒരിക്കലും കഴിയില്ല. പലപ്പോഴും ഷാനവാസിനെ ഒറ്റ തിരിഞ്ഞ് ആക്രമിച്ചപ്പോൾ കൂടെ ഞാനുണ്ട് ഷാനവാസ് നിരപരാധിയാണെങ്കിൽ എപ്പോഴും ഞാൻ നിൻ്റെ കൂടെ കാണും, അല്ലാത്ത പക്ഷം ഷാനവാസ് തെറ്റുകാരനാണെങ്കിൽ നിന്നെ ആദ്യം തള്ളിപ്പറയുന്നത് ഞാനായിരിക്കും, നിനക്കേറ്റ അപമാനത്തിന് നിൻ്റെ കൂടെ എപ്പോഴും ഞാൻ കാണും എന്നാണ് അനീഷ് പറഞ്ഞത്. ഈ അപമാനം ഏതാണെന്ന് നേരത്തെ നമുക്കറിയാം. നെവിൻ്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ടാണ് ഷാനവാസിന് അപമാനമേറ്റതെന്ന് ഇതിനു മുമ്പ് തന്നെ പല വിഷയങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലായതാണ്. അത് വിശ്വാസത്തിലെടുത്തുകൊണ്ട് തന്നെയാണ് റിയാസ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതും. ഒരുപക്ഷെ നെവിൻ ഇന്നലെ മുതലേ റിയാസിൻ്റെ കൂടെ നടന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ റിയാസിനെയും തെറ്റിദ്ധരിപ്പിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആരാണ് സത്യം പറയുന്നതെന്നോ ആരാണ് കള്ളം പറയുന്നതെന്നോ അറിയത്തില്ല. ചിലപ്പോൾ നെവിനാണോ അതോ ഷാനവാസ് ആണോ എന്നൊന്നും അറിയില്ല. പക്ഷേ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസ് ഇതിന് മുമ്പ് തന്നെ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെവിൻ്റെ ചില രീതികൾ, കിടക്കുമ്പോഴുള്ള രീതികൾ, അതൊന്നും എനിക്കിഷ്ടപ്പെടുന്നില്ല, അത് പലതും തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അവിടെയുള്ള പല മത്സരാർത്ഥികളും സീസൺ തുടങ്ങുന്ന സമയത്ത് പറഞ്ഞിട്ടുള്ളത് നമ്മൾ കണ്ടതാണ്. നെവിൻ്റെ നോട്ടം ശരിയല്ല, നെവിൻ്റെ ആംഗ്യഭാഷ ശരിയല്ല, ആദിലയും നൂറയും എടുത്തു പറയുന്നുണ്ടായിരുന്നു. അത് ആദിലയും നൂറയും പിരിക്കാനാണോ എന്നുള്ള രീതിയിലുള്ള സംശയവും അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നെവിൻ അടുക്കളയിൽ നിന്നും മല്ലിയുടെ എടുത്തുകൊണ്ട് പോയപ്പോൾ അതിൽ ആ കാര്യം എടുത്തിടുകയും നിൻ്റെ ഈ ചീപ്പ് ഷോ ഇല്ലെങ്കിൽ ഈ വൃത്തികെട്ട കാർഡ് ഇവിടെ ഇറക്കണ്ട എന്ന തരത്തിൽ അതിൽ പറയുകയും ചെയ്തത്. അതിൽ നിന്നാണ് ഷാനവാസ് പല കാര്യങ്ങളും തുറന്നു പറയാൻ തുടങ്ങിയത്. ഇവിടെ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഷാനവാസ് ഇതിന് മുമ്പേ പറഞ്ഞൊരു കാര്യമായിരുന്നു ആദിലയും നൂറയും ആ സമയത്ത് പറഞ്ഞത്. പക്ഷേ അവിടെയുള്ള മത്സരാർത്ഥികൾ പലരും കരുതിയിരിക്കുന്നത് ഷാനവാസ് ഈ ഒരു പ്രശ്നമുണ്ടായപ്പോൾ, നെവിനുമായിട്ടുള്ള പ്രശ്നമുണ്ടായപ്പോൾ മാത്രമാണ് ഇങ്ങനൊരു സംഭവം പറഞ്ഞത്, ഇതുവരെ ഇല്ലാത്ത ഒരു കാര്യം പറഞ്ഞതുകൊണ്ട് തന്നെ ഇത് കള്ളത്തരമാണ് എന്ന തരത്തിലാണ് അവിടെയുള്ള പല മത്സരാർത്ഥികളും വിചാരിച്ചു വെച്ചിരിക്കുന്നത്. ഇവിടെ ഷാനവാസിൻ്റെ ഭാഗത്തുനിന്ന് പറ്റിയൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെവിൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയ സമയത്ത് ഷാനവാസ് പറഞ്ഞിരുന്നു, എൻ്റെ ഒരു കണ്ടൻറ്റ് പോയി, എനിക്കിവിടെ ഒരു കോംബോ ഉണ്ടായിരുന്നു, അത് നഷ്ടപ്പെട്ടു എന്നൊരു സെൻറ്റൻസ് പറഞ്ഞിരുന്നു. ഇത് അഭിലാഷിൻ്റെയും മുനിലിൻ്റെയും മുമ്പിൽ വെച്ച് പറഞ്ഞതുകൊണ്ട് തന്നെ അവർ ആ സംഭവം എടുത്ത് മുന്നിൽ കൊണ്ടുവച്ചിട്ടുണ്ട് ഇപ്പോൾ. അതായത് നെവിനും ഷാനവാസും തമ്മിൽ ഒരു കോംബോ ഉണ്ടായിരുന്നു, അത് ഷാനവാസ് നെവിൻ പുറത്തു പോകുന്ന സമയത്ത് പറഞ്ഞതാണ്. അങ്ങനെയെങ്കിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എങ്ങനെ അവരുടെ കോംബോ വർക്കാവും, അതുവരെ ഇല്ലാത്ത അലിഗേഷൻ പിന്നീട് എങ്ങനെ വന്നു എന്നും അവർ ഷാനവാസിനെ സംശയത്തിലാക്കിക്കൊണ്ട് പല കാര്യങ്ങളും പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഇവിടെ അതും കണക്കിലെടുക്കണമല്ലോ. ഇത് ഏത് സന്ദർഭത്തിലാണ് ഇത് സംഭവിച്ചതെന്ന് ഷാനവാസ് ഇനി പറയേണ്ടി വരും. ലാലേട്ടൻ എന്തായാലും ചോദിക്കും. ഒരുപക്ഷെ നെവിൻ്റെ ഭാഗത്ത് കുറ്റമില്ല എന്ന് പറയാൻ കഴിയത്തില്ല. പലപ്പോഴായിട്ട് ഹൗസിലുള്ള പല മത്സരാർത്ഥികളും നെവിനെക്കുറിച്ച് ഇങ്ങനെയുള്ള കംപ്ലയിൻറ്റ് മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് ഔട്ടായി പോയ പ്രവീണും പറഞ്ഞിട്ടുണ്ടെന്നാണ് ആദിലയും പറയുന്നത്. അതുകൊണ്ട് തന്നെ നെവിൻ ഇതിനകത്ത് നിരപരാധിയാണ് എന്നൊന്നും പറയാൻ കഴിയത്തില്ല. കാരണം ഷാനവാസ് ഇങ്ങനത്തെ ആരോപണം നെവിനെ മാത്രം ഉദ്ദേശിച്ചാണ് പറയുന്നത്. എന്തുകൊണ്ട് നെവിനെ മാത്രം ഉദ്ദേശിച്ച് ഇങ്ങനൊരു കാര്യം പറയണം? നെവിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വീഴ്ചകൾ പറ്റിയിട്ടുണ്ടായിരിക്കാം. നെവിൻ ചെയ്തത് വലിയ തെറ്റാണോ എന്നൊന്നും അറിയില്ല. പക്ഷേ അനീഷ് പറയുന്നതിനനുസരിച്ചാണെങ്കിൽ ഷാനവാസിനൊരു അപമാനം ഏൽക്കേണ്ടി വന്നു, നെവിനിൽ നിന്നും ഒരു അപമാനം ഏൽക്കേണ്ടി വന്നു, അതുകൊണ്ട് തന്നെ എൻ്റെ കൂട്ടുകാരൻ്റെ കൂടെ ഞാൻ നിൽക്കും എന്ന രീതിയിലാണ് അനീഷ് പറഞ്ഞു വയ്ക്കുന്നത്. അങ്ങനെയെങ്കിൽ ഷാനവാസ് കാര്യങ്ങളെല്ലാം അനീഷിനോട് തുറന്നു പറഞ്ഞിട്ടുണ്ടായിരിക്കാം. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ ഒരു കാര്യത്തിൽ വിഷമിച്ച് നിൽക്കുന്ന നെവിനെ സപ്പോർട്ട് ചെയ്യാനാണ് റിയാസ് ഇവിടെ ശ്രമിക്കുന്നത്. അവിടെ ഗസ്റ്റായിട്ട് വന്ന ആൾ കമ്മ്യൂണിറ്റി ഒന്നും നോക്കാതെ ഗസ്റ്റിൻ്റെ പണി ചെയ്തിട്ട് പോകുന്നതായിരിക്കും നല്ലത്. പക്ഷേ ഇവിടെ നെവിനെ വിളിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നത് പോലാണ് പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെയാണ് റിയാസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഏറ്റുപിടിച്ച് നെവിൻ പുറകെ നടന്ന് അതിനൊത്താശ ചെയ്തു കൊടുക്കുന്നത്. അതെന്തായാലും റിയാസിന് തന്നെ നെഗറ്റീവായിട്ട് വന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അവിടെയും ഓർക്കേണ്ടത് ഷാനവാസിൻ്റെ കോയിനെല്ലാം, അതായത് ഷാനവാസിന് നൽകിയ എല്ലാ കോയിനും തിരിച്ചു വാങ്ങണം എന്ന് പറഞ്ഞപ്പോൾ ഷാനവാസ് കൊടുക്കാതിരുന്നതും അത് ഞാൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് വാങ്ങിയതാണെന്നും അത് തിരിച്ചെടുക്കാൻ ബിഗ് ബോസിന് മാത്രമേ അധികാരമുള്ളൂ എന്ന് പറഞ്ഞപ്പോഴും ഒന്നും റിയാസിൻ്റെ ഗെയിം അവിടെ സ്റ്റോപ്പ് ആയതുപോലാണ് എനിക്ക് തോന്നിയത്. ഒരുപക്ഷെ ഷാനവാസ് ആ കോയിൻ കൊടുത്തിരുന്നെങ്കിൽ, ആ 4 പേരുടെയും ഡിസിഷൻ അനുസരിച്ച് കോയിൻ തിരിച്ചു വാങ്ങിയിരുന്നെങ്കിൽ ആ ഗെയിം മുന്നോട്ട് പോയാനെ, ഷാനവാസ് ജയിലിലുമായേനെ. പക്ഷേ അവിടെ ഓർക്കേണ്ടത് ഷാനവാസിൻ്റെ ബുദ്ധി തന്നെയാണ്. ആ കോയിൻ കൊടുത്തില്ല, അതുകൊണ്ട് ജയിലിൽ പോവാതെ രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. ഇവിടെ ആലോചിച്ച റിയാസിന് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിന് കോയിൻ കൊടുത്തില്ല എന്നുള്ളതാണ്. ഇന്നലെ ഏറ്റവും നല്ലതായിട്ട് ചെയ്തത് അനീഷാണെന്ന് പറഞ്ഞു.
അനീഷിനെ കൊണ്ട് ഷാനവാസിൻ്റെ അടുത്ത് ഐ ലവ് യു മൈ ഫ്രണ്ട് എന്ന് പറയിപ്പിച്ചു. അപ്പോഴൊക്കെ റിയാസ് പറഞ്ഞത്, താങ്കൾ നല്ലൊരു നടനാണ്, ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന അടുത്ത പടത്തിൽ താങ്കൾക്കൊരു അവസരം എന്തായാലും തരും. ഇവിടെ എടുത്തു പറയേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയാസിൻ്റെ ഗെയിം എവിടെയാണ് പാളിപ്പോയി എന്ന് വെച്ചാൽ അനീഷിന് സ്റ്റാർ കൊടുക്കാതിരുന്നു എന്നുള്ളിടത്താണ് റിയാസിന് തെറ്റുപറ്റിയത്. ഒരുപക്ഷെ അനീഷിന് ഒരു സ്റ്റാർ കൊടുത്തിരുന്നെങ്കിൽ റിയാസിൻ്റെ കള്ളത്തരങ്ങൾ പുറത്താവത്തില്ലായിരുന്നു. കാരണം അനീഷ് റിയാസിനെ അവിടെ കുടുക്കി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നുണ്ട്. അനീഷ് റിയാസിനോട് ഇന്ന് ചോദിച്ചിരുന്നു, എന്തുകൊണ്ട് റിയാസ് സാർ എനിക്കിന്ന് സ്റ്റാർ തന്നില്ല? ഇന്നലെ റിയാസ് സാറല്ലേ പറഞ്ഞത് ഞാൻ നല്ല രീതിയിൽ ചെയ്തു, ഞാൻ നല്ലൊരു ആക്ടറാണ്, എൻ്റെ അഭിനയം കണ്ട് താങ്കൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന അടുത്ത പടത്തിൽ എനിക്കൊരു അവസരം തീർച്ചയായിട്ടും ഉണ്ടാവും എന്ന് പറഞ്ഞ് അങ്ങ് തന്നെ എന്തുകൊണ്ട് എനിക്ക് സ്റ്റാർ തന്നില്ല, ഇപ്പോൾ എന്നെ കുറ്റപ്പെടുത്തുന്നു എന്ന് ചോദിച്ചപ്പോൾ റിയാസിന് മിണ്ടാട്ടമില്ലാതായിപ്പോയി. കാരണം അനീഷ് പറഞ്ഞത് കറക്റ്റായുള്ള കാര്യമായിരുന്നു. റിയാസ് അവിടെ ഷാനവാസിനോടുള്ള പ്രതികാരം വെച്ച് ഷാനവാസിൻ്റെ കൂടെ നിന്ന് ഷാനവാസിനെ സപ്പോർട്ട് ചെയ്ത അനീഷിന് ഒരു പണി കൊടുക്കാനിരുന്നപ്പോഴാണ് അനീഷ് ഈ കാര്യം എടുത്തിട്ടത്. ഒരുപക്ഷെ അവിടെ ഗസ്റ്റ് ആണെന്ന് നോക്കാൻ അനീഷ് നിന്നില്ല. ഗസ്റ്റിന് വേണ്ട എല്ലാ റെസ്പെക്റ്റും കൊടുത്തുകൊണ്ടാണ് അനീഷ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. സർ എന്ന അഭിസംബോധന ചെയ്ത്, സാർ ചെയ്തത് തെറ്റാണ് സാർ, റിയാസ് സാറിൽ നിന്നും ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല സാർ, റിയാസ് സാറിനെ ഞാൻ ഇങ്ങനല്ല കണ്ടത് സാർ എന്നൊക്കെ പറയുമ്പോൾ ആ ഗസ്റ്റ് അവിടെ ഇല്ലാതായി പോവുകയാണ് ചെയ്യുന്നത്. അവിടെ റിയാസിന് സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. അവിടെ റിയാസ് പറയുന്നതും അത് തന്നെയാണ്. അതെ, താങ്കൾ നല്ല രീതിയിൽ ചെയ്തു, പക്ഷേ എനിക്ക് താങ്കൾക്ക് സ്റ്റാർ തരാൻ തോന്നുന്നില്ല, അതെന്തുകൊണ്ടാണെന്ന് താങ്കൾക്ക് മനസ്സിലായിക്കൊള്ളും എന്ന് റിയാസ് പറഞ്ഞു വയ്ക്കുന്നു. അവിടെയും അനീഷ് വീണ്ടും പറയുന്നുണ്ട്, അപ്പോൾ താങ്കൾ തന്നെ സമ്മതിക്കുന്നുണ്ട്, അതായത് റിയാസ് സാർ തന്നെ സമ്മതിക്കുന്നുണ്ട്, ഞാൻ നല്ല രീതിയിൽ വർക്ക് ചെയ്തു, എനിക്ക് സ്റ്റാർ കിട്ടാനുള്ള അവകാശമുണ്ട്, പക്ഷെ നിങ്ങൾ എനിക്ക് തരുന്നില്ല എന്ന്. അത് ശരിയായില്ല സാർ, താങ്കൾ ചെയ്തത് തെറ്റാണ് എന്ന് വിശിഷ്ട വ്യക്തിയായ റിയാസിനോട് തന്നെ അനീഷ് ചോദിക്കുന്നുണ്ട്. ഇവിടെ റിയാസിൻ്റെ ഗെയിം ഇടിഞ്ഞത് അവിടെയാണ്, ഇല്ലെങ്കിൽ റിയാസിൻ്റെ ഗെയിം പാളിപ്പോയത് അവിടെയാണ്. അവിടെ റിയാസിനെ കുഴപ്പിച്ചതും അനീഷ് തന്നെയാണ്. ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ അനീഷ് നല്ല രീതിയിലാണെന്ന് റെസ്പോണ്ട് ചെയ്തത്. ഒരു അടുത്ത BB വിന്നറാവാൻ ചാൻസ് ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് എനിക്കിന്ന് അനീഷിനെ കണ്ടപ്പോൾ തോന്നിയത്. അങ്ങനെയുള്ളൊരു പ്രകടനമായിരുന്നു. അതുപോലെ എടുത്തു പറയേണ്ടത് സ്വന്തം കൂട്ടുകാരനെ, അതായത് ഷാനവാസിനെ കൂടെ നിന്ന് സഹായിച്ചൊരു വ്യക്തി കൂടിയാണ് അനീഷ്. ഷാനവാസിൻ്റെ കൂടെ പലരും നേരത്തെ ഉണ്ടായിരുന്നു. അതായത് ഒനിയിലുണ്ടായിരുന്നു, അഭിലാഷ് ഉണ്ടായിരുന്നു. അഭിലാഷൊക്കെ പെട്ടെന്നാണ് മലക്കം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അഭിലാഷിന് ഇപ്പോൾ നല്ല ഹേറ്റേഴ്സും വന്നിട്ടുണ്ട്, ഒനിയിലും വന്നിട്ടുണ്ട്. കാരണം ഒരു ഗസ്റ്റ് ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ അതിനെതിരെ ഒന്ന് പ്രതികരിക്കാതെ ഒരു ഹോട്ടലിലെ ജീവനക്കാരനെ ഇത്രമേൽ ആക്ഷേപിക്കുമ്പോൾ, ഇല്ലെങ്കിൽ അവരെ അപമാനപ്പെടുത്തുന്നതിന് തുല്യമായിട്ടുള്ള പ്രവൃത്തികൾ ഗസ്റ്റ് ചെയ്യുമ്പോൾ അതെല്ലാം നോക്കിക്കൊണ്ട് നിന്ന മത്സരാർത്ഥികളാണ് അവിടെയുള്ളവരെല്ലാം. അങ്ങനെയുള്ളപ്പോൾ ഷാനവാസിന് സപ്പോർട്ടായിട്ട് വന്നത് അനീഷ് മാത്രമായിരുന്നു. അനീഷ് അവിടെ പറയുന്നൊരു വാചകമുണ്ട്, എൻ്റെ സുഹൃത്താണ് ഷാനവാസ്, എൻ്റെ സുഹൃത്തിനേറ്റ അപമാനം, ആ അപമാനത്തിൽ എനിക്കും ദുഃഖമുണ്ട്, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ ഞാനും നിൽക്കുന്നു. അതുപോലെ തന്നെ ഷാനവാസ് എന്ന് പറയുന്ന വ്യക്തി എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ ആദ്യം ചോദ്യം ചെയ്യുന്നതും അവനെതിരെ തിരിഞ്ഞ് സംസാരിക്കുന്നതും ഞാനായിരിക്കും എന്നാണ് അനീഷ് പറയുന്നത്. ആ ഒരു വാചകത്തിൽ നിന്ന് തന്നെ അനീഷ് സേഫായി എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഇനിയിപ്പോൾ ഷാനവാസിനെ സപ്പോർട്ട് ചെയ്തില്ല എന്നും പറയാൻ കഴിയത്തില്ല. അതുപോലെ തന്നെ നെവിൻ്റെ കാര്യത്തിൽ നെവിനെ സപ്പോർട്ട് ചെയ്തില്ലെന്നും പറയാൻ കഴിയത്തില്ല. ഇവിടെ പറഞ്ഞത് ലാലേട്ടൻ വരുന്നവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യൂ, നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ കേട്ടതാണ്, ഇനി എന്താണ് ഇതിന്മേൽ പറയാനുള്ളതെന്ന് ലാലേട്ടനും ബിഗ് ബോസുമാണ് തീരുമാനിക്കേണ്ടത്, അല്ലാതെ നമ്മളല്ല തീരുമാനിക്കേണ്ടത്. ഇനി ഇതിനെക്കുറിച്ചൊരു ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നെവിനാണ് വീണ്ടും ഇക്കാര്യം എടുത്തിട്ടത്. അത് റിയാസിനോട് പറഞ്ഞ് ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടാക്കിയതും നെവിൻ തന്നെയാണെന്നാണ് അനീഷ് പറയുന്നത്. ഒരുപക്ഷെ ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ഷാനവാസും മനസ്സിലാക്കി കാണും. ഇവിടെ ആലോചിക്കേണ്ടത് നെവിനും റിയാസും എല്ലാം ഒരു കമ്മ്യൂണിറ്റിയിലെ ആളുകളാണ്. അങ്ങനെയുള്ളപ്പോൾ ആ കമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണോ റിയാസ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇങ്ങനെയുള്ള ദ്രോഹങ്ങൾ ഞങ്ങൾക്ക് തരികയും ഞങ്ങൾക്ക് അധികമായിട്ടുള്ള ഭാരിച്ച ഡ്യൂട്ടികൾ തരികയും ഞങ്ങളെ മാനസികമായിട്ടും ശാരീരികമായിട്ടും തകർക്കാനും വേണ്ടിയാണോ ഇത് ചെയ്യുന്നതെന്നും ഷാനവാസ് ചിന്തിച്ചാൽ അതിൽ തെറ്റ് പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയായിരിക്കണം ഷാനവാസ് പ്രതികരിച്ചതും. ഇവിടെ ഷാനവാസിൻ്റെ ലാംഗ്വേജും എടുത്തു പറയേണ്ടതുണ്ട്. അവിടെ പല തെറ്റുകളും ഷാനവാസിനും സംഭവിച്ചിട്ടുണ്ട് എന്നാണ് പലരും പറയുന്നത്. എന്നിരുന്നാൽ പോലും ഷാനവാസ് ഒരു ഹീറോ ആയി ഉയർന്നു വന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നുണ്ട്. കൂടെ അനീഷിനെയും പറയാതിരിക്കാൻ കഴിയില്ല. എന്തായാലും ഒരു കാര്യം എടുത്തു പറയാം, ടോപ്പ് 5 വരുന്ന 3 പേരിൽ ഷാനവാസും അനീഷും അനുമോളും കാണും എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. അതിലിപ്പോൾ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അനീഷും ഷാനവാസും തമ്മിലുള്ള കോംബോയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അത് അത്രയും നല്ല രീതിയിലാണ് പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുന്നത്. എന്തായാലും വന്ന ഗസ്റ്റ് നല്ല രീതിയിൽ കളിച്ചു, പക്ഷെ പാളിപ്പോയി. റിയാസിന് അബദ്ധം പറ്റി, റിയാസിൻ്റെ ഗെയിം അവിടെ പരാജയപ്പെട്ടു. അത് അനീഷ് പൊളിച്ചടിക്കുക എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നുണ്ട്. ഇനി എന്തായാലും വീക്കെൻഡിൽ ലാലേട്ടൻ വന്ന് എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നതെന്ന് അറിയില്ല. എന്തായാലും ഷാനവാസിനെ ഫയർ ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. അതുതന്നെയാണ് ബിഗ് ബോസിൻ്റെ ഒരു രീതിയും. റിയാസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. റിയാസ് എങ്ങനെയായാലും അവിടെയുള്ള മത്സരാർത്ഥികളെ പ്രകോപിപ്പിക്കുമെന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതിന്ന് റിയാസ് വൃത്തിയായി ചെയ്യുകയും ചെയ്തു.
പക്ഷേ എതിർചേരിയിൽ നിൽക്കുന്നത് ഷാനവാസും അനീഷുമായിരുന്നു എന്നുള്ളത് ഓർക്കേണ്ടതായിരുന്നു. കാരണം അവിടെ എന്ത് ജോലിയുണ്ടെങ്കിലും ചെയ്യേണ്ടത് ഷാനവാസും അനീഷും തന്നെയാണ്. ഒരുപക്ഷെ ഇന്നലെ ആര്യൻ കാണിച്ച തോന്നിവാസം, അതായത് റിയാസ് പറഞ്ഞു ബെഡെല്ലാം എടുത്ത് അതെല്ലാം അലങ്കോലമാക്കാൻ, അതെങ്ങനെ ചെയ്തത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ അതെല്ലാം ക്ലീൻ ചെയ്യേണ്ടത് പിന്നീട് ഷാനവാസും അനീഷും മാത്രമാണ്. ഒരുപക്ഷെ അങ്ങനെ ആര്യനെ കൊണ്ട് ചെയ്യിപ്പിച്ചത് മൂലം പണി കിട്ടുന്നത് ഷാനവാസിനും അനീഷിനുമാണ്. അത് ഇന്നലെ വൃത്തിയായിട്ട് അനീഷും ഷാനവാസും ചെയ്തു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നവരായിട്ടാണ് നമ്മൾ കണ്ടതും അതുപോലെ തന്നെ അവർക്ക് സ്റ്റാർ കിട്ടിയതും. പക്ഷേ ഇവിടെ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. റിയാസ് എത്ര അതിഥിയായിരുന്നാലും അതിഥിക്കൊരു മര്യാദയുണ്ട്. ഒരു അതിഥി ഹോട്ടലിൽ വന്നാൽ ഇങ്ങനെയൊക്കെയാണോ ചെയ്യുന്നത്? ബെഡ് എടുത്ത് നിലത്തിടാൻ പറയുക, അവിടെയുള്ള ഡസ്റ്റ്ബിൻ എടുത്തെറിയുക, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആ ഹോട്ടലിൻ്റെ മുതലാളി അല്ലെങ്കിൽ ആ ഹോട്ടലിൻ്റെ ഉദ്യോഗസ്ഥർ എന്താണ് ചെയ്തത്? അതുപോലെ തന്നെ അവരുടെ മുന്നിൽ വെച്ച് അവിടുത്തെ ജോലിക്കാരെ ആക്ഷേപിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആരെങ്കിലും ഒന്ന് പ്രതികരിക്കേണ്ടതല്ലേ? അവിടെ ഹോട്ടലിൻ്റെ ഉടമ പ്രതികരിച്ചില്ല, അവിടെ GM പ്രതികരിച്ചില്ല, അസിസ്റ്റൻ്റ് മാനേജർ പ്രതികരിച്ചില്ല, ആരും തന്നെ പ്രതികരിച്ചില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഷാനവാസിന് പ്രതികരിക്കേണ്ടി വന്നത്. അതായത് അതിഥികളായിട്ട് വരുന്നവർ പറയുന്നതെല്ലാം ചെയ്യേണ്ട ആവശ്യമില്ല, അങ്ങനെ അടിമപ്പണി ചെയ്യേണ്ട ആവശ്യമില്ല എന്ന തരത്തിലുള്ള വാചകം അത് റിയാസിനെ ചൊടിപ്പിച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നുണ്ട്. ഒരുപക്ഷെ ആ ഒരു വാചകം കേട്ടുകൊണ്ടായിരിക്കണം റിയാസ് രണ്ടും കൽപ്പിച്ച് സീസൺ 4 കൂട്ട് തുടങ്ങിയത്. പക്ഷേ ഇവിടെ ഇച്ചിരി മാറിപ്പോയി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നുണ്ട്. കാരണം സീസൺ 4 അദ്ദേഹം ഒരു മത്സരാർത്ഥിയായിരുന്നു, ഇവിടെ ഒരു ഗസ്റ്റാണ്. ഗസ്റ്റിന് അവിടെ ചെയ്യുന്നതിന് ഒരു പരിമിതിയുണ്ട്. അതിലും ഓവറായിട്ടാണ് ഗസ്റ്റ് അവിടെ ബിഹേവ് ചെയ്തതെന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. മറ്റ് പല സീസണുകളിലും അല്ലെങ്കിൽ ഈ സീസണുകളിലും വിശിഷ്ട വ്യക്തികളൊക്കെ അവിടെ ഹോട്ടലിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അവരൊന്നും കാണിക്കാത്ത രീതിയിലുള്ള ചില മോശമായ കാര്യങ്ങളാണ് റിയാസ് അവിടെ കാട്ടിക്കൂട്ടിയത്. അവിടെ ഓർക്കേണ്ടത് അതൊരു ഹോട്ടലാണ്, ഹോട്ടലിൽ വന്ന വിശിഷ്ട വ്യക്തിയാണ്. ഏത് ഹോട്ടലിലാണ് ഇതുപോലൊരു വിശിഷ്ട വ്യക്തി വന്ന് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? അങ്ങനെ കാണിക്കുമ്പോൾ ആ ഹോട്ടലിലുള്ളവർ നോക്കി നിൽക്കുമോ? ഇല്ല, ഒരിക്കലും നോക്കി നിൽക്കത്തില്ല. ആ ഓണർ തന്നെ ആ വിശിഷ്ട വ്യക്തി അവിടെ നിന്ന് ഓടിച്ചു വിടുന്നതായിരിക്കും. അതൊന്നും ചെയ്യാത്തത് ബാക്കിയുള്ളവർക്ക് അവിടെ കളിക്കാൻ അറിയാത്തതുകൊണ്ടാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നുണ്ട്. പക്ഷേ അറിഞ്ഞു കളിച്ചത് ഷാനവാസ് തന്നെയാണ്. ഷാനവാസ് ചെയ്തതിനെ ഒട്ടും കുറ്റപ്പെടുത്താൻ കഴിയില്ല. ഷാനവാസ് ആ സ്പേസ് എടുത്തു, നല്ല രീതിയിൽ കളിച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നുണ്ട്. ഒറ്റ ദിവസം കൊണ്ട് ഷാനവാസിൻ്റെ ഗ്രാഫ് കുറച്ചുകൂടി ഉയർന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നുണ്ട്. ഒരു സാധാരണ തൊഴിലാളി പറയുന്ന സ്വരത്തിൽ ഷാനവാസിൻ്റെ വായിൽ നിന്ന് വാചകങ്ങൾ പ്രയോഗിക്കാൻ തുടങ്ങിയത്. ഇവിടെ വേണമെങ്കിൽ ചിലപ്പോൾ പറയാം ഗസ്റ്റിനെ റെസ്പെക്റ്റ് ചെയ്തില്ല, ഗസ്റ്റിനോട് മോശമായിട്ട് പെരുമാറി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ ഷാനവാസിൻ്റെ ഭാഗത്തു നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഗസ്റ്റിന് റെസ്പെക്റ്റ് കൊടുക്കണമെങ്കിൽ ആ ഗസ്റ്റിൻ്റെ പ്രവൃത്തിയും നല്ലതായിരിക്കണം. അവിടെ റിയാസ് കാണിച്ചു കൂട്ടിയതെല്ലാം ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളാണ്. ഒരു ഹോട്ടലിൽ കയറി കാണിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് റിയാസ് അവിടെ ചെയ്തു കൂട്ടിയത്. ഒരുപക്ഷെ ഒരു ഗെയിമിന് വേണ്ടിയായിരിക്കാം. ഒരു ഗെയിമിങ്ങിൻ്റെ രീതിയിൽ നോക്കുകയാണെങ്കിൽ റിയാസ് നല്ല രീതിയിൽ കളിച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നുണ്ട്. കാരണം ഒരു പ്രശ്നം ഉണ്ടാക്കാൻ അദ്ദേഹത്തിൻ്റെ പരമാവധി ചെയ്തു. പക്ഷേ അത് ഇങ്ങനെ വേണ്ടിയിരുന്നില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊരുമാതിരി ഹോട്ടൽ കുളം തോണ്ടുന്ന രീതിയിലായിരുന്നു ആ പ്രവൃത്തികളെല്ലാം ചെയ്തത്. ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ഓക്കെ, ബൈ, സീ യു.